ഇന്ന് പലവർക്കും ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമുക്ക് കുറെ സംശയങ്ങൾ വരും. എക്സിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, നമ്മൾ എപ്പോഴും അവരെ വിളിച്ചില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും കൂടെ പോകുമോ, അല്ലെങ്കിൽ അവരെ മറക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നമ്മളെ ബ്രേക്കപ്പ് ചെയ്ത ആൾക്കാരെ കുറെ തവണ വിളിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് ടെക്സ്റ്റ് ചെയ്യുക, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരയുക. മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അവരെ വേണമെന്ന് കാണിക്കുന്നു അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അവർ തിരിച്ചു വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 30 days നോ കോണ്ടാക്ട് റൂൾ. അതായത് 30 ദിവസത്തേക്ക് നിങ്ങൾ അവരെ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഒരു ശോക സ്റ്റാറ്റസ് പോലും നിങ്ങൾ ഇടുന്നില്ല. മനസ്സിലാക്കുക, നമ്മൾ ഈ മിസ്സിംഗ് അല്ലെങ്കിൽ ശോക സ്റ്റാറ്റസ് ഇടുന്നത് വഴി ആക്ച്വലി അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ അതിലൂടെ ആക്ച്വലി അവരോട് പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസും ഉണ്ട്, അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എവിടെയും നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ അവരുടെ സ്റ്റോറി പോയി നോക്കുന്നില്ല, അവർ ഓൺലൈനോ ആക്റ്റീവോ ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. സോ പറ്റുമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺഫോളോ ചെയ്യുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ അവരെ മ്യൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 30 ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 30 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ, അതായത് ഫ്രണ്ട്സിനൂടെ പുറത്തു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കിൻ കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുക. പറ്റുമെങ്കിൽ എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു ഹോബിയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ബിസി ആക്കാൻ നോക്കുക. പരമാവധി ഒറ്റയ്ക്ക് ഇരിക്കാണ്ട് ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിലോ എവിടെയെങ്കിലും പോയിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സിന്റെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കുക. അവരെ നിങ്ങൾക്ക് വേണമെന്ന് ഒരു രീതിയിലും അവർക്ക് മനസ്സിലാക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ എക്സിന് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. അവർ ചിന്തിക്കും, എന്താണ് അവനെന്നെ ഇപ്പൊ വിളിക്കാതെ, അവനെന്നെ വേണ്ടേ? ഇങ്ങനെ ഒരു ചിന്ത വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ അവർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളിൽ അകന്നു പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഈ 30 ദിവസത്തിനിടയിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ മിസ്സാവും. ആ സമയത്ത് അവർ നിങ്ങളെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. അപ്പോ നിങ്ങൾ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അവർ നിങ്ങളുടെ കൂടെ ചിലപ്പോ ജീവിതകാലം മുഴുവൻ നിൽക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങൾ ഉപേക്ഷിച്ച് പോകാം. മനസ്സിലാക്കുക, അവരയക്കുന്ന മെസ്സേജിൽ എവിടെയെങ്കിലും അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്, അതായത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, നമുക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിപ്ലൈ ചെയ്യാം. അതല്ലാണ്ട് വേറെ ഏത് മെസ്സേജ് അയച്ചാലും നിങ്ങൾ റിപ്ലൈ കൊടുക്കരുത്. കാരണം മനസ്സിലാക്കുക, ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ രണ്ടാൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തു പോയ ആൾക്കും നിങ്ങളെ ചിലപ്പോൾ മിസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കൊരു എംപ്റ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലോൺലി ഫീലിംഗ് ഉണ്ടാവാം. കാരണം എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ അവർക്ക് പറ്റാണ്ട് അവർ ബ്രേക്കപ്പ് ചെയ്തു പോയി. അപ്പോ ആ ലോൺലി ഫീലിംഗ് അല്ലെങ്കിൽ ആ എംപ്റ്റി ഫീലിംഗ് മാറ്റാൻ വേണ്ടി ആയിരിക്കാം അവർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ മിസ് ചെയ്തില്ലല്ലോ, അപ്പൊ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാകാം. ചില സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസും സ്റ്റോറിയും കണ്ട് അവർ അസൂയപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു സെൽഫിഷ് ഫാക്ടർ ഉണ്ട്. ഇവിടെ അവർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓവർ വാല്യൂ ചെയ്യും. അതായത് നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചു വരണമെന്ന് വിചാരിച്ചാണ് മെസ്സേജ് അയച്ചതെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അതിൽ വീണു പോവുകയാണെങ്കിൽ, നിങ്ങൾ അവര് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ ചിലപ്പോൾ ലോൺലി ആയതുകൊണ്ട് ഒറ്റപ്പെട്ടതുകൊണ്ടായിരിക്കും അവർ മെസ്സേജ് അയക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അവർക്ക് എപ്പോഴും അവൈലബിൾ ആകുകയാണെങ്കിൽ അവർ പതുക്കെ പതുക്കെ മൂവ് ഓൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളെ മറക്കാൻ നിങ്ങൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ഇരിക്കും. കാരണം അവർ ഓൾറെഡി നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തു, അവർ നിങ്ങളോട് പറഞ്ഞു ഫീലിംഗ്സ് ഇല്ല എന്ന്. പക്ഷെ നിങ്ങൾക്ക് അയച്ച ചെറിയ മെസ്സേജിൽ നിങ്ങൾ വീണു പോവുകയും നിങ്ങൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, അതായത് നിങ്ങളെ മറക്കാൻ വേണ്ടി. ബിക്കോസ് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ അവരുടെ ലോൺലിനെസ് എടുത്ത് മാറ്റുകയും അവർ മൂവ് ഓൺ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം കൂടുകയും നിങ്ങൾ ഒറ്റപ്പെടുകയും പിന്നെ മനം നൊന്ത് വിഷമിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. സോ നിങ്ങൾക്ക് അവരെ തിരിച്ചു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 30 day നോ കോണ്ടാക്ട് റൂൾ ആണ്. ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അവരിൽ ഒരു ഫോക്കസും ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ അവരെ പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവരിനെ തിരിച്ച് വന്നില്ലെങ്കിൽ പോലും ആക്ച്വലി നിങ്ങളുടെ ഈ ബ്രേക്കപ്പിന്റെ പെയിൻ വളരെ കുറയുന്നതായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആൻഡ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുകയും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ പഠിക്കുകയും ചെയ്യും. സോ ട്രൈ ദിസ് ഔട്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സീ യു സൂൺ. താങ്ക് യു സോ മച്ച്. ബൈ.